ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉഴുന്നില്ലാതെ പുളിക്കുന്ന ദോശ ചക്കേനെ കൊണ്ടുണ്ടാക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അരി, ചോറ്, ചക്ക, പുളിമാവ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ എല്ലാം മാവില്ലേ അത് എടുത്തതാണ്. അപ്പോൾ അരി 5 മണിക്കൂർ കഴുകി 5 മണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചതാണ്. 2 തവണയാക്കിയിട്ട് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് പകുതിയാക്കി ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മഴക്കാലല്ലേ, അപ്പോൾ പാത്രങ്ങളെല്ലാം തണുത്ത് കിടക്കും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രമാണ് തീ ഓണാക്കിയിട്ട് ഒന്ന് പാത്രം വെച്ചത്. അപ്പം തന്നെ അത് ഓഫാക്കുകയും ചെയ്തിന്. അപ്പോൾ രാത്രിയാണ് ഞാനിത് അരച്ച് വെച്ചത്. രാവിലെ തുറന്ന് നോക്കിയപ്പോൾ പുളിച്ച് പാകത്തിന് തന്നെ ആയി വന്നിന്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ഇളക്കി നമുക്കിനി ദോശ ചൂടാം. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തൂകി ഒന്ന് ചൂടായാൽ ദോശ ചുട്ട് തുടങ്ങാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശ ചുട്ട് കിട്ടിയിട്ടുണ്ട്. ചക്കക്കാലമായാൽ ഇപ്പം ചക്ക തീർന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറേ ആൾക്കാർ ഇത് അറിയായിരിക്കും, കുറച്ചാൾക്ക് അറിയില്ലാത്ത ആളും ഉണ്ടാവും. അറിയില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിനി ഇതിന് വേണ്ട ചട്നി ഉണ്ടാക്കണം. ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇനി വേണ്ടത് ഉപ്പ് പറഞ്ഞിനും തോന്നല്ലേ. ഇനി വേണ്ടത് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, തക്കാളി, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ഇച്ചിരി ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുക. അത് അധികമൊന്നും വേണ്ട, ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ വീതം മതി. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിച്ച് കൂട്ടി ഒന്ന് മൂടി വെക്കുക. 5 മിനിറ്റ് നേരം കഴിഞ്ഞാൽ നല്ല ലൂസായിട്ട് നല്ല പരുവത്തിൽ ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ അത് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല കൊഴുത്ത ചട്നി തന്നെ നമുക്ക് കിട്ടി. വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയതാണല്ലോ, അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണയിൽ കടുകിട്ട് കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചട്നിയിൽ ഒഴിച്ചാൽ ചട്നി റെഡി. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തവർക്ക് വലിയ താങ്ക്സ് ഉണ്ട്. ഇനിയും ഇതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോനും എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോ കാണാം.